തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡിൽ കഴിയുന്ന അച്ഛൻ ഷിജിലിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. തിരുവനന്തപുരം കവളക്കുളത്തെ വാടക വീട്ടിൽ വെച്ച് ഒരു വയസ്സുകാരനെ തൊഴിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന അച്ഛനെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് കോടതിയിൽ ഇതിനുള്ള അപേക്ഷ നൽകും. 1 വയസ്സും 2 മാസവും പ്രായമായ ഇഹാനെ രണ്ടാം അച്ഛനായ ഷിജിൽ അടിവയറ്റിൽ കൈമുട്ടുകൊണ്ടിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. തുടർന്ന് പിറ്റേ ദിവസം പുലർച്ചെ നുരയും പതയും വന്ന നിലയിൽ കുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇഹാൻ മരിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് അടിവയറ്റിൽ ഏറ്റ ശതമാനം മരണകാരണമെന്ന് വ്യക്തമായത്. സ്ത്രീധനം നൽകിയില്ലെന്ന് പറഞ്ഞ് പലപ്പോഴായി ഷിജിലും കുടുംബവും കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നു. തുടരെ ദാമ്പത്യത്തിൽ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടായിരുന്നതായും കുടുംബം ആരോപിക്കുന്നു. ഇവർ തമ്മിൽ പിണങ്ങി താമസിക്കുകയും ചെയ്തിരുന്നു. പിതൃത്വത്തിൽ സംശയമുണ്ടായിരുന്നു എന്നാണ് ഷിജിലിന്റെ വാദം. എന്നാൽ ഇത് ഷിജിലിന്റെ തന്ത്രമാണെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ള ഷിജിൽ കൃഷ്ണപ്രിയയെ ഒഴിവാക്കാനായി തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ഷിജിൽ രതിവൈകൃതമുള്ള ആളാണെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഷിജിലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. ജനം, തിരുവനന്തപുരം.